മുനമ്പം കമ്മീഷന് തുടരാമെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത. സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. നേരത്തെ സി എൻ രാമചന്ദ്രൻ ജസ്റ്റിസ് അദ്ദേഹത്തെ കമ്മീഷനായി നിയോഗിച്ചുകൊണ്ടായിരുന്നു മുൻപത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായത്. പക്ഷെ അത് കോടതിയിൽ അത് തടസ്സപ്പെടുകയായിരുന്നെങ്കിൽ വീണ്ടും കോടതിയിൽ അത് അനുമതി കിട്ടുന്നു. രാഗിൻ, എന്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുന്നത്? അതായത് സർക്കാർ പ്രധാനമായും മുന്നോട്ട് വച്ചിരുന്നത് മെയ് 27-ന് ഈ കാലാവധി അവസാനിക്കും, അതുകൊണ്ട് തുടരാൻ അനുവദിക്കണം. ഇത് വിവരശേഖരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട്, ഒരു പൊതു താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇക്കാര്യങ്ങൾ അനുവദിക്കണമെന്ന സർക്കാരിന്റെ ഒരു പ്രയറായിരുന്നു. ആ പ്രയറാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ നിധിൻ ജാംദാർ, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായിട്ടുള്ള ഉത്തരവ്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ കമ്മീഷൻ നിയമനം റദ്ദാക്കിയിരുന്നു. ആ നിയമനം റദ്ദാക്കിയതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ആ അപ്പീലിൽ ഹൈക്കോടതി ഇക്കാര്യം പരിശോധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പക്ഷേ സർക്കാരിന് ഇടക്കാല ആവശ്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്നത്. അതിപ്പോൾ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിരിക്കുകയാണ്. എന്തായാലും പുതിയ നിയമ ഭേദഗതി വന്നതടക്കമുള്ള പശ്ചാത്തലം ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കെ കൂടിയാണ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന ഉത്തരവ് വന്നിരിക്കുന്നത്. മാത്രമല്ല, സിംഗിൾ ബെഞ്ച് ഈ നിയമനം അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. സർക്കാരിന്റെ അപ്പീലിൽ ഹൈക്കോടതി വിശദമായ വാദം കേട്ട ശേഷം പിന്നീട് ഉത്തരവ് പറയുന്നതായിരിക്കും. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ നടപടി നേട്ടമായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. നേരത്തെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ആണെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ആ വഖഫ് ബോർഡിന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവഹാരങ്ങൾ അത് ട്രൈബ്യൂണലിന് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കമ്മീഷൻ നിലനിൽക്കുന്നതല്ല, നിയമപരമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞിരുന്നത്. ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ അപ്പീൽ വീണ്ടും ജൂണിൽ പരിഗണിക്കുമെന്ന് കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തീർപ്പാക്കിയിട്ടില്ല. ആ അപ്പീൽ ഈ നിയമനം റദ്ദാക്കിയതിനെതിരെ നൽകിയിട്ടുള്ള അപ്പീലാണ്. അതിൽ വിശദമായ വാദം കേട്ട് ഉത്തരവ് പറയും. പക്ഷേ സർക്കാരിന്റെ ഇടക്കാല ആവശ്യമെന്ന് പറയുന്നത് ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം. കാരണം മെയ് 27 വരെ മാത്രമേ കമ്മീഷന് നിയമപരമായിട്ടുള്ള ആ ഒരു സമയപരിധി നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ വസ്തുതാന്വേഷണം നടക്കണം എന്ന കാര്യമാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ഓണായിരിക്കുന്നു, ആ കമ്മീഷൻ ഇപ്പോൾ ഓണായിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കമ്മീഷൻ പ്രവർത്തനം തുടരുകയും അതുമായി ബന്ധപ്പെട്ട അന്തിമ ഘട്ടത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നത് റിപ്പോർട്ട് ഏറെക്കുറെ സജ്ജമാണെന്ന് തന്നെയാണ്. ആ ഘട്ടത്തിലാണ് കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കപ്പെട്ടിരുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നു. അത് നിയമപരമാണോ അല്ലയോ എന്നതൊക്കെ ഈ അപ്പീൽ തീർപ്പാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമാവുകയുള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. മാത്രമല്ല, ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബുധനാഴ്ച കേന്ദ്രമന്ത്രി അടക്കം മുൻപത്തേക്ക് വരുന്നു. വഖഫ് ബിൽ നിയമമായതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഭാഗത്ത് സർക്കാരിന് ആശ്വാസമായി ഇങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം. ഇത് രാഷ്ട്രീയ പോരാട്ടമാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരു വിഭാഗവും ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക? സർക്കാരിന് തങ്ങളുടേതായ ശ്രമം മുൻപത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടത്തുന്നുണ്ട് എന്ന അവരുടെ വാദത്തിന് ഒരല്പം കരുത്ത് കോടതിയുടെ ഈ തീരുമാനത്തിൽ നിന്നുണ്ടാകും. ദിവീഷ് സൂചിപ്പിച്ചത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആരോപണ പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ന്യായീകരണങ്ങൾ, പോർവിളികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് പാർലമെന്റ് നിയമ ഭേദഗതി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നത്, സൂചിപ്പിച്ച കാര്യം ഇതായിരുന്നു. അതായത് ഈ വഖഫ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ചു പോകേണ്ടത് ട്രൈബ്യൂണലാണ്. ട്രൈബ്യൂണലിന് മുന്നിലാണ് ഈ വിഷയം. അങ്ങനെ ട്രൈബ്യൂണലിന് മുന്നിൽ വിഷയമുള്ളതിരിക്കെ എന്തുകൊണ്ടാണ് ഒരു കമ്മീഷനെ നിയമിച്ചത്? സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചില്ല. സർക്കാരിന്റെ തീരുമാനം യാന്ത്രികമായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഉത്തരവുണ്ട്, വഖഫ് നിയമമുണ്ട്. ഇതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് സർക്കാർ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് നിയമപരമായിട്ടുള്ള ഒരു സാൻഡിറ്റി ഇല്ല എന്നതാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി പരിഗണിക്കും. പക്ഷേ സർക്കാർ പ്രധാനമായും മുന്നോട്ട് വെച്ച കാര്യം ഇതായിരുന്നു.
പറഞ്ഞിരുന്നു. അതായത് ഈ കമ്മീഷന്റെ പ്രവർത്തനം 27-ന് അവസാനിക്കും, കമ്മീഷൻ ഏറെക്കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്ന് സർക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ല, മറിച്ച് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഒരു കാര്യം കണ്ടെത്തി സർക്കാരിന് മുന്നിലേക്ക് വരികയാണ്. സർക്കാരിന് മുന്നിൽ അതൊരു അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്, അത്ര മാത്രമേ ഉള്ളൂ. ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇതിൽ തുടർ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ കൊണ്ടുവരികയില്ല. സർക്കാരിന് മുന്നിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ പോം വഴികളുണ്ട്, അത് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെയല്ല എന്ന സർക്കാർ വാദം ഇപ്പോൾ പ്രാഥമികമായി കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും സർക്കാരിന് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് സ്വാഭാവികമായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടലോടുകൂടി എത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഈ വിഷയം സങ്കീർണമായ ഘട്ടത്തിലാണ് ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. സർക്കാർ അന്ന് മുനമ്പം ജനതയോട് സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചു. ഈ നിയമ ഭേദഗതി വന്നിട്ടും അവർ അതേ നിലപാടിൽ തന്നെ. ഈ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം ഏകദേശം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ മുൻപം വഖഫ് നിയമം പാസ്സായതോടുകൂടി അതിന്റെ അടിസ്ഥാനത്തിൽ മുൻപത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വിവരശേഖരണം ആവശ്യമായിരിക്കുമല്ലോ. എന്താണ് അവിടുത്തെ ക്രയവിക്രയങ്ങളുടെ ഹിസ്റ്ററി ഒക്കെ എടുക്കേണ്ടത്, ആ നിയമപ്രകാരം പരിഹാരം വേണമെങ്കിലും ആവശ്യമാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് ആ രീതിയിൽ ഉപകരിക്കപ്പെടുന്നതായി മാറാൻ സാധ്യതയുണ്ടോ? അതായത് സർക്കാരിന് മുന്നിലേക്ക് ഒരു റിപ്പോർട്ട് എത്തുകയാണ്. നേരത്തെയും സ്വാഭാവികമായിട്ടും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ റിപ്പോർട്ട് എത്തുമ്പോൾ എന്തൊക്കെ ജുഡീഷ്യൽ അധികാരങ്ങൾ കമ്മീഷന് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊരു ഈ കമ്മീഷന് പ്രവർത്തിക്കാമെന്നത് സംബന്ധിച്ചുള്ള അന്തിമ ഉത്തരവ് അത് അനുകൂലമാണെങ്കിൽ ആ റിപ്പോർട്ടിന് ഒരു സാൻഡിറ്റി ഉണ്ട്, റിപ്പോർട്ടിന് സർക്കാരിന് മുന്നിൽ ഒരു ആ നിലയ്ക്കുള്ള മൂല്യമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സർക്കാർ പറയുന്നത് ഈ ഉത്തരവുകളുടെ കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി ഉണ്ടാവുകയുള്ളൂ. റിപ്പോർട്ട് കോടതിയുടെ ഉത്തരവിന്റെ അന്തിമ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും സർക്കാർ പ്രവർത്തിക്കുക. മുനമ്പത്ത് തങ്ങൾക്ക് വേറെ പ്രശ്നപരിഹാരത്തിന് വേറെ ഒട്ടനവധി പോംവഴികളുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ ജനത ഒരു വിഷയം ഉന്നയിക്കുന്നു, മുനമ്പം ജനത ഇത്തരത്തിലൊരു പ്രശ്നം ഉന്നയിക്കുന്നു, അവരുടെ റവന്യൂ അധികാരങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നവർ പറയുന്നു. അതേസമയം ഇപ്പുറത്തും ഇത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യം വരുന്നു. അപ്പോൾ സർക്കാരിന് മുന്നിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ക്ലാരിറ്റിയോടുകൂടി ഒരു ഇൻഫർമേഷൻ കിട്ടണം. സർക്കാരിന് തുടർ നടപടികൾ എടുക്കണമെങ്കിൽ ആ ഇൻഫർമേഷൻ സർക്കാരിന് മുതൽക്കൂട്ടാകും. ഇതാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ ശുപാർശകളുടെ അല്ലെങ്കിൽ ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതൊന്നും പരിശോധിക്കാനും കണ്ടെത്താനും ഈ കമ്മീഷന് അധികാരമില്ല എന്ന് സർക്കാരും പറയുന്നുണ്ട്. പക്ഷേ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഇത് എൻക്വയറി ഓഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമിതമായിട്ടുള്ളൊരു കമ്മീഷൻ, ആ കമ്മീഷൻ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. മാത്രമല്ല ഇത് കമ്മീഷനെ വെച്ചുകൊണ്ട് കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയുള്ളൂ. മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവഹാരം ഈ വിഷയം ട്രൈബ്യൂണലിന് മുന്നിലാണ്. ട്രൈബ്യൂണലാണ് ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു കമ്മീഷൻ? അത് നിയമപരമല്ല, അത് യാന്ത്രികമാണ് സർക്കാരിന്റെ തീരുമാനം, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ്. ആ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സർക്കാരിന് ആശ്വാസമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. മുനമ്പവുമായി ബന്ധപ്പെട്ട് തങ്ങൾ എടുത്ത നിലപാട് ശരിയാണ്, അത് ശരിയായിരുന്നു നിയമപരമായി എന്ന കാര്യം സർക്കാരിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മുനമ്പം ജനത ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും കാത്തിരുന്ന് കാണണം. മുനമ്പം ജനത നേരത്തെ പറഞ്ഞത് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.